സൂര്യനാഥം. 60 വയസ്സ് കഴിഞ്ഞവർക്ക് ഇവിടെ പറയുന്ന ചില കാര്യങ്ങൾ പഴയ ഭാഷയിൽ മനസ്സിലാവും. പര എന്ന് പറഞ്ഞത് അതേ പര ആത്മീയ ശരീരമാവുന്നതിൽ പറയുന്നത് തമിഴിലിരുന്ന് മലയാളത്തിൽ. സൂര്യനാഥം തുടക്കം മുതൽ മൊത്തം കേട്ടാൽ ആദ്യ മനുഷ്യനിൽ ഉണ്ടായ അവയവങ്ങൾ ഇന്നും ലോകം മനുഷ്യരുടെ 96 തത്വ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. അതേ 96 തത്വ ശരീരം കാതിർ ഭാഷ ഗുണകുടി മസ്താൻ വള്ളലാർ ദിവ്യ ശരീരമാക്കിയത്. അതിൻ്റെ പരീക്ഷണം പറയുന്നത് അക്ഷരധ്വനി ഉത്ഭവസ്ഥാനം. അതിൽ ശരീര അവയവങ്ങളുടെ അർത്ഥം കണക്ക് പഠിച്ച് 36 തരത്തിലുള്ളത്. തമിഴ് ഓരോരോ അക്ഷരതത്വം. അതിന് അക്ഷര ആശാൻ എന്ന് പറയുന്നത് ഓരോരോ അക്ഷരം പറയുന്ന ധ്വനി സ്ഥാനത്തിന് പഠിച്ച് ആശാനായി പണ്ഡിതനായി ആ വഴിയിൽ വന്നതിൽ 23-ാം വയസ്സിൽ മലയാളക്കരയിൽ നാണു ആശാനായി പണ്ഡിതനായി ഭാര്യ സ്വത്ത് സ്ഥാപനം ഒഴിവാക്കിയ പത്രം ചട്ടമ്പി സ്വാമികളോട് കൂടിയ അവരുടെ കൂട്ടത്തിൽ ചിലരും ചേർന്ന് ആ പത്രം കൊണ്ട് തൈക്കാട് അയ്യാവിടം കൊടുത്തു. നാണു ആശാനെയും എത്തിച്ചു. തൈക്കാട് അയ്യാവ് നാണു ആശാൻ്റെ ശരീരം അടിമുടി നോക്കി, ശരീരഭാവം നോക്കി പരീക്ഷണത്തിൽ നിരീക്ഷിച്ച് ഓരോരോ ദിവസവും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിൽ വിശന്ന് ഇരിക്കുന്ന ശരീരഭാവം നോക്കി പൂർത്തീകരിച്ചു പറഞ്ഞു, ഇന്നത്തോടു കൂടി നിന്റെ പഠിത്തം കഴിഞ്ഞു. ഇനി സ്വയമേ ശരീരത്തിൽ പരിശീലിച്ച് പൊരുൾ കാണുന്നതിന്. അന്ന് സ്ഥലവും പറഞ്ഞു കൊടുത്തു. അന്നത്തെ സ്ഥലം നാഗരാജ കോവിലിൽ, ഇന്ന് നാഗർകോവിൽ. അന്ന് അവിടെ 5 വർഷമായി വിട്ടുനിന്നത് ഗുരുചരിത്രം വായിച്ചവർക്കും അല്ലാത്തവർക്കും മനസ്സിലാക്കുവാൻ ഇത് പറയുന്നത്. പഠിച്ചത് അവരവർ അനുഭവം, അവരവർക്ക് ഗുരു. നാണു ആശാൻ ശരീരത്തിൽ മൂലം തുറന്നു മുനിപ്പേര് അതിൻ്റെ വഴിയിൽ ഉള്ളവർക്ക് കാണിച്ചു കൊടുത്തു. 5 കൊല്ലം കൊണ്ട് അവർക്കൊന്ന് ആ മുനി നേടിയ ശരീരം കഴിഞ്ഞാൽ അടുത്തത് 10 വാക്ക് കൊടുക്കും. അതിനെ നോക്കി എഴുതണം. അങ്ങനെ 10 വാക്ക് കൊടുത്തതിലാണ് ദൈവദശകം എഴുതിയത്. ദൈവദശകം ദശ എന്നാൽ ഇറച്ചി, ദശകം ഇറച്ചിൻ്റെ അകം. അപ്പം ദൈവദശകം പറയുന്നത് ഏതിനെയാണ്? അപ്പോൾ മനസ്സിലാക്കാം. ദൈവദശകം ദശയ്ക്ക് ഉള്ളിൽ ഉള്ളതിന് പറയുന്നത്. അപ്പോൾ ദശനാഡി തുടിപ്പ്, ദശവായുക്കൾ പ്രവർത്തനത്തിൽ ഉള്ള ദശ ഇറച്ചി, അതിനെക്കുറിച്ച് പറയണം. ഇന്ന് മലയാളത്തിൽ ദൈവദശകം ലക്ഷക്കണക്കിന് വായിച്ചവരുണ്ടാവും. അതിൻ്റെ ഉള്ളർത്ഥം പറയുവാൻ ഇന്ന് എത്ര പേര് ഉണ്ടാവും? ദശ എന്നാൽ ഇറച്ചി, ഇറച്ചീൻ്റെ അകത്തിനെ കുറിച്ചാണല്ലോ അത് പറയുന്നത്. ഇപ്പോഴൊന്ന് മനസ്സിലാക്കി നോക്കി, ശരിയാണോ തെറ്റാണോ എന്ന്. ദശ എന്നാൽ ഇറച്ചീൻ്റെ അകം, പുറത്ത് ഉള്ള തത്വങ്ങളല്ല പറയേണ്ടത്. അതിന് ആര് എങ്ങനെയായാലും അവരെ പുകഴ്ത്തിയിട്ട് കാര്യം അല്ല.
അവർ കണ്ട പൊരുൾ എന്താണ്, ആ ദൈവദശകം എന്താ പറയുന്നത്, അത് എന്താണ് എന്നത്. അങ്ങനെ ഉള്ള തത്വത്തിനെയാണ് ഇങ്ങനെ പറയുന്നത്. സൂര്യനാഥം തുടക്കം തൊട്ട് ഇതുവരെ കേട്ടാൽ ഇതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് ആർക്കും വാനം പിടിച്ച് ആരും കൊണ്ട് തരുകയില്ല, നിങ്ങളുടെ മുന്നിലും എത്തിക്കുകയും ഇല്ല. നിങ്ങൾ എങ്ങനെയാണ് ഓരോരോ പ്രവർത്തനത്തിൽ അതുപോലെയാണ്. അപ്പോൾ ഇനിയെങ്കിലും മനസ്സിലാക്കും. ഈ വക കേൾക്കുമ്പോൾ ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് പങ്ക് വയ്ക്കുക. മലയാളത്തിൽ ആത്തോമോപദേശ ശതകം അതുപോലെ അത് നാരായണ ഗുരു സ്വയം എഴുതിയതെന്ന് ആരും വിചാരിക്കണ്ട. അതിനൊരു പട്ടിക ഉണ്ട് ഭജനമായി. ആ പട്ടിക നോക്കി പഠിച്ചത് പ്രവർത്തിച്ചത്, ആ പട്ടിക ആദ്യം പറയുന്നു മുനി ശ്രേഷ്ഠന്മാരെ. അത് മുനിയായവർക്ക് മാത്രമുള്ള പട്ടിക. അങ്ങനെയുള്ള പട്ടിക മലയാളത്തിൽ ആ വചനം നാരായണ ഗുരു മാത്രമേ ഉപയോഗിച്ചിട്ട് ഉള്ളൂ. അതാണ് ദാർശനിക കീർത്തനം. അത് ശനിപ്രദോഷ മഹാത്മ്യം എന്ന ശിവപുരാണ വചനം നോക്കി എഴുതിയതാണ്. 1-ാം ഭാഗം. അങ്ങനെ എഴുതുന്നതിൽ ഓരോരോ ഇതിനും 4-5 വാക്കുകൾ ഉണ്ടാവും. അത് നോക്കി എഴുതണം. അത് അനുഭവം മുനിയായവർക്ക് ഉള്ളത്. അതിനെക്കുറിച്ച് എഴുതിയേക്കുന്ന ദശയിനെക്കുറിച്ച്, അതിനെ വാട്ടി വതക്കി എടുക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നതിൽ അക്ഷരസ്വരം മനസ്സിലാക്കണം. അക്ഷരസ്വരം എന്നാൽ എന്ത്? ഇന്ന് ABCD ഇന്ന് നാം പഠിക്കുന്ന അക്ഷരങ്ങൾ അർത്ഥമാണ്. ആ, അമ്മ, ഇങ്ങനെ LKG തൊട്ട് പഠിച്ച് നാം ജോലിക്ക് സീമയിലെ പണിയാണ് നോക്കുന്നത്. ഇവിടെ അത് അല്ല പറയുന്നത്. അക്ഷര ഉത്ഭവം അടിവേര് തൊട്ട് ഞാടി ഞരമ്പുകളിൽ ഉത്ഭവിക്കുന്നത്. അത് എങ്ങനെ? അതാണ് അക്ഷര അഭ്യാസം. അത് ABCD അർത്ഥം അറിയുന്നവർ ഇങ്ങനെ ചിന്തിക്കുകയില്ല. അക്ഷരം തൊൽക്കാപ്യം 2-ാം കുറിപ്പ് പറയുന്നത് ആ, ഈ, ഊ, ഏ, ഓ 5ഉം അപ്പാലൈന്തും ഓരളവ് ഇസയ്ക്കും കുറ്റെഴുത്ത്. എഴുത്തിൽ ചെറിയ എഴുത്തിനാണ് പറയുന്നത്. തൊൽക്കാപ്യം 2-ാം സംഘകാലം ഉണ്ടായത്. തൊൽക്കാപ്യർ ജനിച്ചത് തെക്കൻ തിരുവിതാംകൂർ. അന്ന് ഇന്ന് കന്യാകുമാരി ജില്ലയിൽ കാപ്പിക്കാട്ടിൽ തൊൽക്കാപ്യർ സ്മാരകം ഉണ്ട്. 5 അക്ഷരം മലയാളം സ്വരാക്ഷരം. സ്വരത്തിൽ മനസ്സിലാക്കുക. ആ എന്ന സ്വരം പറയുമ്പോൾ അന്നക്കുടൽ, നിങ്ങളുടെ മലക്കുടലിൽ ആ സ്വരം കേൾക്കും. ഈ ജലക്കുടൽ, നാഭിയിൽ ആ സ്വരം കേൾക്കും. ഊ നെഞ്ചിൽ ഇടതുഭാഗത്ത് ആ സ്വരം കേൾക്കും. ഏ ചങ്കിൽ, ആ ചങ്കിൽ കേൾക്കുന്ന ഏയും. ഓ നെറ്റിയിൽ. അപ്പോൾ 5 എഴുത്ത് സ്ഥാനം പറഞ്ഞു. ആ അന്നക്കുടലിൽ, ഈ ജലക്കുടൽ, ഊ നെഞ്ചുകൂട്, ഏ ചങ്ക്, ഓ നെറ്റി. ഇതിൽ ഈ അക്ഷരം എപ്പോഴും അവിടെ നിന്ന് ഉത്ഭവം ഉണ്ടാക്കുകയുള്ളൂ. എവിടെയും സ്ഥലം മാറുകയില്ല. ഈ 5 അക്ഷരത്തിലാണ് 36 തത്വ അക്ഷരങ്ങൾ വരുന്നത്, ഓരോരോ സ്വരങ്ങൾക്കനുസരിച്ച്. ഇത് മനസ്സിലാക്കിയാൽ
നിങ്ങൾ എന്നെക്കാളിലും അറിവ് ഉള്ളവരാണ്. മലയാളികൾ അറിവിൽ കുറഞ്ഞവരല്ല. ഇതിലും അങ്ങനെ ആകും. എന്നാൽ ചിന്തിക്കുക,